ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ENFTയിലേക്ക് സ്വാഗതം. ഞാൻ രേഷ്മ. ഞാൻ ഇപ്പോൾ ഉള്ളത് മസ്കറ്റിലാണ്. മസ്കറ്റിലെ എക്സാക്ട് ലൊക്കേഷൻ ഡാർ സൈറ്റിലാണ്. ഇത് നമ്മുടെ ഡാർ സൈറ്റിലെ ഒരു ബീച്ച് സൈഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം മനോഹരമാണ് ഇവിടെയെന്ന്. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫിഷിംഗ് ആണ്. നമ്മൾ കടലിൽ പോയിട്ട് മീനിനെ പിടിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഹീ ഈസ് ഓൾസോ വിത്ത് മീ. ആൻഡ് ഞങ്ങൾ ഒന്നിച്ചാണ് ഇന്നിപ്പോൾ കടലിൽ പോകുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഏട്ടൻ പറഞ്ഞു തരുന്നു. ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് സുരേഷ് കുമാർ. അമ്മ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞങ്ങൾ കടലിലേക്കാണ് പോകുന്നത് ഫിഷിങ്ങിന്. ഏകദേശം 32ഓളം കിലോമീറ്റർ ഉള്ളിലേക്കാണ് പോകുന്നത്. നമ്മളിന്ന് പിക്ക് ചെയ്യാൻ വരുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള മിസ്റ്റർ രാജു മേത്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബോട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിന് 2 സുഹൃത്തുക്കളുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ ഡാർ സൈറ്റ് ബീച്ചിൻ്റെ മനോഹാരിത ഒന്ന് കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കൂ. ഒമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ വീണ്ടും പറയണ്ട. ഇപ്പോൾ നമ്മൾ ഉള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഡാർ സൈറ്റ് ആണ്. അതായത് നിയർ ISM ഇന്ത്യൻ സ്കൂൾ മസ്കത്തിൻ്റെ അടുത്താണ്, ISDൻ്റെ അടുത്ത്. ഏകദേശം മസ്കത്ത് റൂവിൽ നിന്നും 3 കിലോമീറ്ററാണ് ഡാർ സൈറ്റിലേക്ക് ഇങ്ങോട്ടുള്ള ദൂരം. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഇതെല്ലാം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ഒരു ഉള്ളിലേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു പാലം പോലെ, അവിടെ നിന്നാണ് നമുക്ക് ബോട്ടിൽ കയറേണ്ടത്. രാജേട്ടന് ആക്ച്വലി വരുന്നത് അവിടെ നിന്നാണ്, അതായത് വെളിയിലൂടെ. ഈ മതിലിന് അപ്പുറത്തേക്ക് ശരിക്കും നമുക്ക് കടലിൻ്റെ വ്യൂ വരും. അതിലൂടെ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടെത്തും. അവർ വരും. രാജേട്ടന് എൻ്റർ ആവുന്നത് ഈ വഴി കേട്ടോ. ഇതിലൂടെ നേരെ എൻ്റർ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്ത് ഒരുപാട് മുക്കുവന്മാർ താമസിക്കുന്നുണ്ട്. കാരണം ഒമാനികളായിട്ടുള്ള ഫിഷ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ബോട്ടുകളാണ് അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് ഫുള്ള്. ഇതൊക്കെ അവരുടെ ബോട്ട് തന്നെയാണ്, അവരുടെ വീടുകളാണ്. ഈ കാണുന്നതെല്ലാം അവരുടെ വീടുകളാണ്, ഒമാനികളുടെ വീടുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, നോക്കൂ എത്ര ഭംഗിയിലാണ് മലകളൊക്കെ ഉള്ളത്. നമ്മളൊക്കെ ചിത്രം വരയ്ക്കുന്ന പോലെ ഉണ്ടോ ഇവിടുത്തെ ഓരോ വിഷ്വൽസും. നമ്മൾ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു ഭംഗി അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്നാലും അമ്മു അങ്ങോട്ട് പോയായിരുന്നോ? അപ്പോൾ ഞങ്ങളിന്ന് അങ്ങോട്ട് പോകാം, ബാക്കി നമുക്ക് അവിടുന്ന് കാണാം. ഇവിടുത്തെ ഇപ്പോൾ എത്തിയിട്ടുണ്ടേ. നമ്മൾ അവിടുന്ന് കണ്ട ബ്രിഡ്ജ് ഇതാണ്. വളരെ ഭംഗിയാണ് ഇപ്പോൾ അവിടെ കാണാൻ. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മു ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഹായ്, റെഡി ആയി വന്ന് നിൽക്കുകയാണ്. വെരി ഗുഡ്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കടലിൽ പോയി മീനൊക്കെ പിടിക്കാൻ പോകുന്നത്. അതും ഇവിടെ നമ്മുടെ നാട്ടിലല്ല, മസ്കറ്റിൽ ഒമാനിലാണ്. ഓക്കെ, രാജുവേട്ടോ നമസ്കാരം, ഗുഡ് മോർണിംഗ്. രാജുവേട്ടനും നമ്മുടെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടേ. സർ രാജുവേട്ടാ ഒരു ഹായ് പറയ്. ഹായ് എല്ലാവരും. ഹായ് ഹായ്. താങ്ക് യു. ഗുഡ്. Hello. Hi. Good morning. Please. Good. I can understand Malayalam little bit. Okay. I can understand a little Malayalam. Okay. From south, I'm from north. I'm from the Uttarakhand. You know Uttarakhand? All right. Yeah, definitely. That is a new state. Now we call it UK. Correct. It was a part of UK. Exactly. Right. That's good. Balaji. Nice to meet you. Thank you. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ടത്. നമ്മൾ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ മൂവിയിൽ കാണുന്ന പോലെ തന്നെ അതേപോലത്തെ ഒരു ഷിപ്പാണ് ഇത്. ഒമാൻ്റെ ട്രഡീഷണൽ ഷിപ്പാണ്. ഒരുപാട് ഷിപ്സ് ഇതേപോലത്തെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു നിയർ ബൈ ആയിട്ട്. വളരെ ഭംഗിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഏർലി മോർണിംഗും ഈ ഒരു ഷിഫ്റ്റും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക നല്ല തണുത്ത കാറ്റും രാവിലെ ആയതുകൊണ്ട് നല്ലൊരു ഫീലിംഗ് ആണ്.
ഇത് അനുഭവിച്ചെന്നെ അറിയണം കേട്ടോ, പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. രാജോട്ടിന് ഇത് പ്രിപ്പറേഷനിലാണ്. മത്തി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഹുക്കിൽ കൊടുക്കുന്നത്, ചൂണ്ടക്കൊക്കെ കൊടുക്കുന്നത് മത്തിയാണ് കേട്ടോ. അതൊരു 4-5 പീസാക്കിയിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ ഇതാണ് GPS മെഷീന്. ഇപ്പോൾ ഇതിൽ കാണാം ആരോ മാർക്ക് കണ്ടോ, അതാണ് നമ്മുടെ ബോട്ട്. ഏകദേശം 28 കിലോമീറ്റർ ആയിട്ടോ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട്. ഇനി ഒരു 3 കിലോമീറ്ററും കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എത്തും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫിഷിംഗ് റാഡായിട്ട് ഉപയോഗിക്കുന്നത് ഈ ടൈപ്പാണ്, അതായത് ഇലക്ട്രിക് ടൈപ്പാണ്. കാരണം ഈ DPC അത്യാവശ്യം നല്ല ആയത്തോട്ടാണ് നമ്മുടെ ഈ കൊക്ക ഇറക്കാൻ പോകുന്നത്. 200 മീറ്റർ, 400 മീറ്റർ, ചില സമയത്ത് 900, 1 കിലോമീറ്റർ വരെ ആയുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ കൈകൊണ്ട് ചുറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ഒരു ടാസ്ക്കാണ്, പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഇലക്ട്രിക് ടൈപ്പ് ഫിഷിംഗ് റോഡുകൾ ഉപയോഗിക്കുന്നത്. അത് ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് മെഷീൻ നമുക്ക് സ്വിച്ചസ് ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പൊക്കാനും താത്താനും കഴിയും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 32 കിലോമീറ്റർ ആണ് കരയിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം. ഇവിടെ ഞങ്ങൾ 3 സ്ഥലം പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടെ ഫിഷ് ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്ലേസിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ ഫിഷിംഗ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാജേട്ടനാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ രണ്ടാമത്തെ ഫിഷിംഗ് റാഡ് അവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. അതിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്കൊരു ബൈറ്റ് കിട്ടിയിട്ടുണ്ടേ. ഏകദേശം 210 മീറ്റർ താഴത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ 163 80, 79, 78 എന്നീ രീതിയിലാണ് കേട്ടോ മീറ്റർ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യുകയാണ്. ഈ ലിവറാണ് നമ്മൾ പൊക്കാനും താത്താനും ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മുകളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ വേഗത്തിൽ കൂടാനും താഴ്ത്തി കഴിഞ്ഞാൽ വേഗത കുറയാനും വേണ്ടിയിട്ടാണ് ഈ ലിവർ ഉപയോഗിക്കുന്നത്. തിരിച്ചാണ് പിടിച്ചോ, പറ്റും. അത് അണ്ടറായി ഒന്ന് കാണിക്കും. 47 44, 42, 35, 32 അമൗണ്ട് ആയിരുന്നത്. ഇത് ഭക്ഷണമാക്കിക്കോ ഒന്ന് കാണിക്കാം. യെസ്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് കിട്ടിയ സെയിം ഉണ്ട്. എന്താ ഏട്ടാ? Okay, sure. Ammo, These guys are dead already. No. Why they are not doing anything? They are actionless. It's almost pulling 110 kilometers. Sit down, enjoy, relax. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 എണ്ണം. ഓക്കെ, അത്ര വലുതല്ല. നമ്മുടെ രാജേട്ടനൊക്കെ കിട്ടുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമല്ല. അമ്മുത എക്സൈറ്റഡ് ആണ്. ബലാജി ഉണ്ട്. ബാലാജി 5 ഹോൾസ്. ഹായ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് രണ്ട് ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. മൂന്നെണ്ണം അത്യാവശ്യം വലുപ്പമുണ്ട്. ഏട്ടോ കിട്ടിയോ? ഇല്ലല്ലേ? ഓക്കെ, ഷുവർ. അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇവിടെ ഇപ്പോൾ ഫിഷ് ഓരോരോ ഏരിയയിലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് കുറവാണ്. സോ നമ്മൾ അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് പോവാണ്. എങ്ങനെയുണ്ടാകുമ്പോൾ എക്സ്പീരിയൻസ്? ചെറുതായിട്ട് തലറ്റുന്നുണ്ടോ? ഇല്ല. ഗുഡ്. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് ബാക്കി അവിടെ നിന്ന് പറയാം. ഇത് രണ്ടാമത്തെ ലൊക്കേഷനിൽ നമ്മളെത്തി. ഫിഷിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. 1, 2, 3, 4 4 എണ്ണം ഉണ്ട്. കിട്ടും. അങ്ങനെ അമ്മൂന് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അമ്മൂൻ്റെ ഫിഷിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് ബോട്ടൊക്കെ നിറയുന്ന കോലം രാജേട്ടാ. ഇത് താന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് ലിഫ്റ്റ് ചെയ്യാമല്ലോ. ഇത് നമ്മൾ താത്തി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകേണ്ടിരിക്കുക. അതിപ്പോൾ
താഴത്തേക്ക് പോയി 38 മീറ്റർ 39 മീറ്റർ ആയി അങ്ങനെ കൂടി വരുന്നു. ദാറ്റ് ഈസ് ജെല്ലി ഫിഷസ്. അടി എത്തുമ്പോൾ ഇത് ജസ്റ്റ് താഴത്തെത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ലോക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 3 മീറ്റർ പൊക്കി വെച്ചിട്ട് പിന്നെ പുള്ള ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കേസിലേക്ക് പോകേണ്ടിയിരിക്കുകയാണ്. അമ്മോ എന്തായി, കിട്ടിയോ? വെരി ഗുഡ്. എത്രയായി? 120. ഒരു ഫാസ്റ്റ്. വെരി ഗുഡ്. ഇതാ വലിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇതിപ്പോൾ ഏകദേശം ഒരു 28 കിലോമീറ്റർ ഉൾക്കടലാണ് കേട്ടോ, ഉള്ളിലാണേ. നമുക്ക് അതായത് നമ്മൾ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കാണുന്നില്ല, കര കാണുന്നില്ല. ആക്ച്വലി കര എന്നൊരു സാധനം എവിടെ ഇല്ല. ഏകദേശം 28. യെസ്, ഒന്ന് കിട്ടിയിട്ടുണ്ട് ചേട്ടാ. യെസ്, വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ മൈ ഗോഡ്, ഇറ്റ്സ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഇറ്റ്സ് ഓൾവേസ് വി ആർ ഗെറ്റിംഗ് ദിസ് വൺ. One day we got more than ചേട്ടാ ഒരു ദിവസം ഇതന്നെ ആയിരുന്നു ഫുള്ളല്ലേ? Yeah, we got 5 one. No, the other edge of the boat. No, I'm not sitting on the end of the boat. Not edge, just stand there. You can see? Yes, it's very big. Yes, Balaji got that big one. Oh my God! Superb. What do I got one of the orange guys also. Oh, it will. Hello! Hello, hi. You came at the right time, Andrew. Yeah, try here. Okay, thank you. We have one lesson fish. All You try right. here. There, nothing. Actually, I tried there. Nothing is there. You try here. So Raju, I said we will get a big one, then we will go. Huh? Yeah. That's the It's most. very big actually. Yeah, it's Yes, yes. Very good, very good. All the very best. Good. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ നെക്സ്റ്റ് വൺ. ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. കിളികളാണേ. വെരി ബ്യൂട്ടിഫുൾ. Yes, very good, very good. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മീൻ കിട്ടിയിട്ടില്ലേ? You put it in the first. Yeah. Put it in that one. What is the reason of putting from here? From the head, you know. I was building from the tail. ടോട്ടൽ ഫിഷ് ആണ് ഇന്നത്തെ ക്യാച്ചാണ് കേട്ടോ. നല്ല ക്യാച്ചാണ്.
അമ്മു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഫുൾ എക്സ്പീരിയൻസ് ആണ്. ചുറ്റും നോക്കുമ്പോൾ കടലും വെള്ളം മാത്രം, വേറെ ആരുമില്ല. കുറച്ച് കിളികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ട്. ഞങ്ങളിപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു പോകാണ്ടിരിക്കുകയാണ് കേട്ടോ. ഫിഷിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. അമ്മു അപ്പോൾ ഇന്നത്തെ ടോട്ടൽ ക്യാച്ചാണ്. നല്ലൊരു ദിവസമായിരുന്നു, നല്ല ക്യാച്ചുമായിരുന്നു. നമ്മളിപ്പോൾ ഇതാ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ കയറിയ സ്ഥലമാണ് കേട്ടോ, ഡാർക്ക് സൈഡ്. മോർണിംഗ് ആയതുകൊണ്ട് ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ കാണുന്ന സ്ട്രൈറ്റ് കാണുന്ന ഭാഗമാണ് പി ഡി ഒ കേട്ടോ, പെട്രോൾ ഡെവലപ്മെൻറ്റ് ഒമാൻ്റെ ഏരിയയാണത്. പിന്നെ ആ കാണുന്നത് സെൻട്രലിൽ കാണുന്ന ഒരു ദ്വീപാണ്. ഒരു ദിവസം നമുക്ക് അങ്ങോട്ടും ഫിഷിങ്ങിന് പോകാം. ഇടയ്ക്ക് ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അതെ, സമാധാനം വന്നത്. അതെ, ഇതാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടല്ല തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് കയറിയതേ. ആ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ. വെരി ഗുഡ്, നല്ല കേച്ചായിരുന്നു കേട്ടോ. ഒന്ന് കാണിച്ച് എല്ലാവരും ഒന്ന് കണ്ടോളൂ. ഇത് സ്പെഷ്യൽ ഫിഷാണേ. ഇത് പൊന്തുന്നില്ല, അമ്മൂനിത് പൊന്തുന്നില്ല. ഏതാ രാജുട്ടാ, താങ്ക് യു സോ മച്ച്. അമേസിംഗ് ആയിരുന്നു കേട്ടോ എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മുടെ ഫിഷിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ നല്ലൊരു ക്യാച്ചായിരുന്നു, അതുപോലെ തന്നെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. രാജുട്ടൻ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് രാജുട്ട വൺസ് അഗെയിൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ വീട്ടിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ അമ്മയുടെ ഒരു സ്പെഷ്യൽ മീൻ കറി ഉണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കും നിങ്ങൾക്കും പഠിക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ട് അമ്മൂൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയണം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പാർട്ട് 1 ആയിട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നെക്സ്റ്റ് വീഡിയോയിൽ. സോ താങ്ക് യു സോ മച്ച് ടു ഓൾ ഓഫ് യു.